മടുത്തുകൂടാതെ പ്രാർത്ഥിക്കുക. പ്രേ ഏണസ്റ്റ്ലി, പ്രാർത്ഥിക്കുക. പ്രിവെയിലിംഗ് പ്രെയർ തന്നെയാണ് ഞാനിപ്പോഴും തുടങ്ങുന്നത്. ദൈവത്തിന് മുമ്പിൽ പ്രാർത്ഥനയോടുകൂടെ കടന്നു വരിക. ഓരോ വചനം ഞാൻ അയക്കുന്നതും പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തിൽ തന്നെയാണ് കടന്നു വരുന്നത്. ഈ പ്രാർത്ഥനയുടെ വചനങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ വീടുകളിൽ വിടുതൽ ഉണ്ടാകുന്നുണ്ട്. നിങ്ങൾ അറിഞ്ഞോ അറിയാതെ അത് സംഭവിക്കുന്നുണ്ട്. അതൊന്ന് ഏറ്റുപറഞ്ഞ് വാങ്ങിച്ചെടുത്താൽ മതി. അതിനെങ്കിലുമുള്ള കൃപ നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ദൈവം ഒരു വചനം അയക്കാൻ പറയുമ്പോൾ ഇത് ട്രംപറ്റ് കോളാണ്. അതായത് ആടിൻ്റെ കൊമ്പെടുത്തിട്ട് നല്ലവണ്ണം ഒച്ചത്തിൽ ഊതും. ആ ട്രംപറ്റ് കോളെന്ന് അതിന് പറയുന്നത്. ആ വിളിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്തോ വലിയ കാര്യം ചെയ്യാൻ പോകുന്നു, അതാണ് ഒരു ഉദ്ദേശം. പല യുദ്ധത്തിൽ വിളിക്കും. പിന്നെ കർത്താവിൻ്റെ രണ്ടാം വരവിന് വേണ്ടി ഒരു ട്രംപറ്റ് കോളുണ്ട്. പിന്നെ കർത്താവിൻ്റെ ഈ കർത്താവിൻ്റെ കഷ്ടത്തിൻ്റെ നമുക്കൊരു പ്രയാസം വരുമ്പം ആളുകളെ വിളിച്ചു കൂട്ടാൻ, അല്ല യുദ്ധസമയത്ത്, അതിനൊക്കെ ദൈവം തമ്പുരാൻ ട്രംപറ്റ് കോൾ ചെയ്യിപ്പിക്കും. അപ്പോൾ ഈ ട്രംപറ്റ് കോൾ എന്ന് പറയുന്നത് പ്രാർത്ഥനയ്ക്ക് മുമ്പിൽ ദൈവം തമ്പുരാൻ ഒരു ട്രംപറ്റ് കോൾ വെച്ചിരിക്കുകയാണ്, വിളിച്ചു വരുത്തും നമ്മളെ പ്രാർത്ഥിപ്പാൻ. എന്നാൽ മടുത്തുകൂടാതെ പ്രാർത്ഥിക്കുന്നതിനെക്കുറിച്ച് ലൂക്കോസിൻ്റെ സുവിശേഷം 18 പല ഉദാഹരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിലേറ്റവും ഒന്നാമത്തേത് യേശുക്രിസ്തു പറഞ്ഞത് ഇതാണ്: മടുത്തുകൂടാതെ പ്രാർത്ഥിപ്പീൻ. അങ്ങനെ തന്നെ മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കുകയാണ് എന്നുള്ളതിന് അവരോട് ഒരു ഉപമ പറഞ്ഞു, ഉപമയായിട്ടാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് പറയുകയാണ്, ദൈവത്തെ ഭയം, ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ള സത്യമാണ്, പക്ഷെ വീണ്ടും പറയിപ്പിക്കുന്ന ദൈവത്തെ ഭയം മനുഷ്യന് ശങ്കയില്ലാത്തൊരു ന്യായാധിപൻ ഒരിടത്തുണ്ടായിരുന്നു. ആ പട്ടണത്തിൽ ഒരു വിധവയുണ്ടായിരുന്നു. അവൻ്റെ അടുക്കൽ ചെന്ന് എൻ്റെ പ്രതിയോഗിയോട് പ്രതിക്രിയ നടത്തി രക്ഷിക്കണമേ എന്ന് പറഞ്ഞു. അവൾ എല്ലാ ദിവസവും വന്നു. അവസാനം ശല്യം വഹിക്കാൻ വയ്യാഞ്ഞിട്ട് ഈ ന്യായാധിപൻ പറയുകയാണ്, ഇങ്ങനെ ഇവൾ വന്ന് ഞാൻ ഇവൾക്ക് ചെയ്തു കൊടുത്തില്ലെങ്കിൽ ഇവളെന്നെ മുഖത്തടിക്കും. അതായത് അവളുടെ സാന്നിധ്യം പോലും മുഖത്തടിക്കുന്ന പോലെ ഫീലിംഗായി. അതുകൊണ്ട് കർത്താവ് ഈ ന്യായാധിപൻ പറയുന്നു, ദൈവമോ, അതായത് കർത്താവ് ദൈവത്തിൻ്റെ ആത്മാവിൽ ന്യായാധിപൻ ദൈവത്തെ അറിയാത്തവൻ പറയുകയാണെന്ന്, എനിക്ക് ദൈവത്തെ ഭയമോ മനുഷ്യന് ശങ്കയോ ഇല്ല, പക്ഷേ ഇവളെന്നെ ഉപദ്രവിക്കുന്ന കേട്ടിട്ട് ഇവൾക്ക് പ്രതിക്രിയ ചെയ്തു കൊടുക്കും. എന്നിട്ട് യേശു പിന്നെ പറയുന്നു, ദൈവമോ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന തൻ്റെ വൃതന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവനായാലും അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കയില്ലയോ? വേഗത്തിൽ അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇതാ ആദ്യമേ ദൈവത്തെ ഭയമോ മനുഷ്യനെ ശങ്കയില്ലാത്ത ഒരു ന്യായാധിപൻ്റെ കാര്യം പറഞ്ഞേച്ച് ഒരു വിധവയായ സ്ത്രീ, വിധവയെന്ന് വെച്ചാൽ മോസ്റ്റ് ഹെൽപ്ലെസ് പേഴ്സണാണ്. സമൂഹത്തിലൊരു സ്ഥാനമില്ല, ഭർത്താവിലെ കൂടെ വരാൻ ഏകയായ സ്ത്രീ, ആരുമില്ലാത്തൊരു സ്ത്രീ. അവരെ എന്തിനാ ഞാൻ പേടിക്കുന്നത്? അവരെന്നെ പറയാനാ? മനസ്സിലായോ? അങ്ങനെയുള്ള ഒരു സ്ത്രീയാണ് ഇതാ എക്സാമ്പിളായിട്ട് ദൈവം കാണിച്ച്. ആ ഒരു സ്ത്രീക്ക് ഒരു പ്രശ്നം പരിഹരിച്ച് കിട്ടേണ്ടിയിരിക്കും. എന്താണെന്ന് പറഞ്ഞിട്ടില്ല. ആരോ അവരെ ഉപദ്രവിക്കുന്നുണ്ട്, അതിൽ നിന്ന് അവർക്ക് രക്ഷ കിട്ടാൻ നേരിട്ട് അവർ അവർക്കൊരു വക്കീലില്ല, അവർ നേരിട്ട് ന്യായാധിപൻ്റെ അടുത്ത്. ന്യായാധിപന് ഇവരെ കാണുന്നതേ ഇഷ്ടമല്ല. ദൈവത്തെ ഭയമോ മനുഷ്യനോ ശങ്കയില്ലാത്ത മനുഷ്യൻ പറയാണ്, എങ്കിലും ഈ സ്ത്രീ ദിനം പ്രതി വന്ന് എന്നെ ഉപദ്രവിക്കുന്നത് സഹിക്കാൻ വയ്യ. ഇവൾ ഓരോ പ്രാവശ്യം വരുമ്പോഴും എൻ്റെ മുഖത്തിട്ട് അടിക്കുന്ന പോലെ എനിക്ക് തോന്നിക്കുന്നു. അതിനാൽ അവളുടെ പ്രശ്നം ഞാൻ പരിഹരിച്ചു കൊടുത്തിരിക്കുന്നു. അതാണ്. അങ്ങനെ ദോഷികളാകുന്ന നമ്മൾ ഇത് ചെയ്യുമെങ്കിൽ ദൈവം തമ്പുരാൻ എത്രമാത്രം നമുക്ക് വേണ്ടി ന്യായം വിധിച്ചു തരും. ഇത് സങ്കീർത്തനത്തിൽ 9 പറഞ്ഞു, അവൻ എൻ്റെ കാര്യവും വ്യവഹാരവും ഏറ്റെടുത്തിരിക്കുന്നു, അവൻ ന്യായാസനത്തിൽ ഇരുന്ന് കഴിഞ്ഞിരിക്കുന്നു, എനിക്ക് വേണ്ടി അവൻ ഉത്തരവ് തന്നിരിക്കുന്നു. പറ നമ്മുടെ വാവ് കൊണ്ട നിനക്കിഷ്ടമുള്ള ഇന്ന് തന്നിരിക്കുന്നു, ഇന്നെന്ന് പറ. നാളത്തേക്ക് എന്തിനാ മാറ്റുന്നത്? ഞാൻ പറയുന്നത് വളരെ തീക്ഷ്ണമായ കാര്യമാണ്. എത്ര പേർക്ക് മനസ്സിലായി ഏറ്റെടുക്കും. ഞാൻ ചിലരോട് ചിലപ്പം പറയും, ഞാൻ പ്രാർത്ഥിക്കും മുട്ടുകുത്തേന്ന് ഞാൻ പറയും. മുട്ടുകുത്തിയോ കിട്ടിക്കഴിഞ്ഞു, പിന്നെ കിട്ടിയതായിട്ടുള്ള ബലത്തിലാണ് നമ്മളത് പറയേണ്ടത്. കിട്ടിയിരിക്കുന്നു. രണ്ടാമത് മുട്ടുകുത്തേണ്ട ആവശ്യമൊന്നുമില്ല. അറിയാമോ? പരിശുദ്ധാത്മ പറയുമ്പോൾ നിൻ്റെ മുട്ടുമടക്കിയോ ലഭിച്ചു. മുട്ടുമടക്കാൻ സാധിച്ചെൻ്റെ ഹൃദയം കൊണ്ട് താഴ്മ ധരിക്കുക. ഇതൊക്കെ കർത്താവ് അന്തരാത്മാവിനെയാണ് നോക്കുന്നത്. ദൈവത്തോട് എത്രമാത്രം നാം അടുത്തിരിക്കുന്നു. ഈ കർത്താവ് പറയുന്നത് തൻ്റെ വാക്യമാണ്. കർത്താവ് പറയുന്നത്, ദൈവമോ രാപ്പകൽ അനീതിയുള്ള ന്യായാധിപൻ പറയുന്നത് കേൾക്ക്. അവന് ന്യായവും ഒന്നുമില്ലാത്തവൻ, അവന് എന്തും ചെയ്യാൻ മടിക്കാത്തവൻ. പക്ഷെ അവൻ പോലും ഈ
വിധവയുടെ മുമ്പിൽ അവൻ്റെ ഒരു ശക്തിയും ഫലിച്ചില്ല. നമ്മൾ എത്ര നിസ്സഹായരാണെങ്കിലും കർത്താവ് പറയുക, ദൈവമോ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന തൻ്റെ വൃതന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവനായാലും അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കുകയില്ല. ആർക്കാ രക്ഷ വേണ്ടിയത്? വേഗത്തിൽ അവൻ വരും. നിൻ്റെ വിളി പോലിരിക്കും. വേഗത്തിൽ എനിക്ക് മുൻപായി നീ പോയി വാതിൽ വെട്ട് തുറന്നു തരണം, ഇരുമ്പോടാമ്പുകളെ ഖണ്ഡിച്ചു തരണം, താമ്രവാതിലെ ഉടച്ചു മാറ്റണം. ഞാൻ അവിടെ ചെന്നിട്ട് യുദ്ധം ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ അവിടെ ചെല്ലുന്നതിന് മുൻപേ ദൈവത്തിൻ്റെ ആത്മാവ് എനിക്ക്, അത് വീട്ടിൽ പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ നേടുന്നത്, അല്ല അവിടെ വെച്ചല്ല. അറിയാമോ? ഇതൊക്കെ എത്ര പേര് ചെയ്യുന്നുണ്ട്. നമ്മൾ കാശ് കൊടുത്ത ഒരാളെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചു. നിൻ്റെ സാന്നിധ്യം ദൈവത്തിന് ആവശ്യമുണ്ട് കുട്ടി, നീ വല്ലവരും കൊണ്ട് പ്രാർത്ഥിപ്പിച്ചോ, കുഴപ്പമില്ല. പക്ഷെ അവസാനം നീ തന്നെ വരണം. യാക്കോബ് എന്ന പോലെ ദൈവം വിളിച്ച് മാറ്റുകയാണ്. എത്ര പേര് കേൾക്കുന്നുണ്ടെന്നുള്ളതാണ്. ദൈവത്തിൻ്റെ വചനം വീണ്ടും വീണ്ടും പറയുകയാണ്, വേഗത്തിൽ അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കും. എന്ത് പ്രശ്നമാണെങ്കിലും കർത്താവ് വന്ന് ചെയ്തു തരുമെന്നാണ് ഇവിടെ പറയുന്നത്. എന്നാൽ അത് കഴിഞ്ഞിട്ട് യേശു ഒരു വാക്യം പറയുന്നു, വളരെ സങ്കടം. എന്നാൽ മനുഷ്യപുത്രൻ വരുമ്പോൾ, കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ്, അവൻ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ എന്ന് കർത്താവ് പറഞ്ഞു. എന്താണ്? കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൽ എത്ര പേര് വിശ്വാസത്തോടെ 10 കന്യകയിൽ 5 കന്യന്മാർ തൻ്റെ വിളക്കിൽ ഇഷ്ടം പോലെ എണ്ണ ശേഖരിച്ച് എത്ര പേര് നോക്കിയിരിക്കുന്നു. ഇനി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വരികയാണ്. വീട്ടിൽ സ്ത്രീകളുടെ ആവശ്യമില്ലാതെ വരുന്നു. സ്ത്രീകൾക്ക് പുരുഷനെ ആവശ്യമില്ലാത്ത ആവശ്യം. മക്കൾ റോഡിൽ കിടക്കും. മക്കളെ ആർക്കും വേണ്ട. മക്കളൊരു ഭാരമായിട്ട്. അടുത്ത തലമുറ നശിക്കാൻ വേറെ എന്തുവാ വേണ്ട? അപ്പം ദൈവത്തിൻ്റെ പ്ലാനിന് നേരെ വിപരീതമായിട്ട് ഞാനിപ്പോൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് നീങ്ങിപ്പോകുന്ന മനുഷ്യരോട് പറയട്ടെ, കർത്താവിന് സങ്കടമാണ്. നമ്മുടെ പ്രവൃത്തികൾ കണ്ടിട്ട് കർത്താവിന് വലിയ സങ്കടമാണ്. അവൻ കരയുകയാണ് നമ്മുടെ മുമ്പിൽ. ഞാൻ രണ്ടാമത് വരുന്നുള്ളത് എനിക്കറിയാം. യേശു പറയുന്നു, ഞാൻ വരും, പക്ഷെ വിശ്വാസമുള്ളവർ എത്ര പേര് കാണുമെന്ന്. ഇത് സങ്കടമല്ലേ? വിശ്വാസമുള്ളവരെ കാണാൻ നമ്പർ എണ്ണേണ്ടി വരുമെന്ന് പറയുന്ന ഒരു അവസ്ഥയല്ലേ കാണിക്കുന്നത്. നമ്മൾ ആ ഏത് കൂട്ടത്തിൽ പെടും? ദൈവമേ, എൻ്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ. ഈ കാര്യസാധനത്തിന് വേണ്ടി മാത്രം ദൈവത്തെ അന്വേഷിക്കാതെ ആ പ്രാണപ്രിയൻ്റെ സ്നേഹത്തിലേക്ക് കടന്നു വരാൻ, ഓരോ പ്രശ്നവും ഞാൻ നീയുമായിട്ടുള്ള ബന്ധം ഉറപ്പിക്കാനായിട്ട് മാറ്റണം. ഇപ്പോൾ ഭാര്യ ഭർത്താക്കന്മാർ തന്നെ, അവർ വഴക്കിടയ്ക്കൊക്കെ ഉണ്ടാകും. പക്ഷെ അത് കഴിയും തോറും അവർ വീണ്ടും വീണ്ടും ഉറപ്പിച്ച് നിൽക്കാനാണ് ദൈവം ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഇട്ടേച്ച് ഓടിപ്പോവുകയല്ല. നീ എത്ര ഓടിപ്പോകുക, എത്ര വരെ ഓടും? ഭൂമിയുടെ ഒരറ്റം വരെ പോയാലും ഞാൻ അറിയില്ലേ. പിന്നൊന്ന്, ഒരു ഭർത്താവ് ജീവിച്ചിരിക്കെ വേറൊരാളെ വിവാഹം കഴിക്കുന്ന വ്യഭിചാരമെന്ന് വചനം വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. കാരണം ദൈവത്തിൻ്റെ പ്ലാൻ അല്ല അത്. പിന്നെ എങ്ങനെ അനുഗ്രഹം വരും? അങ്ങനെ വല്ലതും പറ്റിയിട്ടുണ്ടെങ്കിൽ അതിനനുദപിച്ച് ദൈവസന്നിധിയിൽ ക്ഷമ ചോദിച്ച് കർത്താവിൽ നിന്ന് കൃപ വാങ്ങിച്ചെടുക്കണം. അല്ലാതെ അനുഗ്രഹം വരത്തില്ല. നിയമമാണ്. നിയമങ്ങൾക്ക് മാറ്റം വരുത്തുക. ഇത് മാറ്റമില്ലാത്ത നിയമങ്ങളാണ് ഞാനീ പറയുന്നത്. ഞാനൊരു ലോയറാണ്. കോടതിയിൽ ആർഗ്യൂ ചെയ്യുമ്പം നമ്മൾ ഡിവോഴ്സിന് വേണ്ടി കേസെടുത്ത വ്യക്തികളാണ്. ഞാൻ ഡിവോഴ്സ് കേസസ് ഒത്തിരി നടത്തിയിട്ടുണ്ട്. എനിക്ക് സങ്കടമാണ് ഓരോ പ്രാവശ്യവും ഭാര്യ ഭർത്താക്കന്മാർ മാറിപ്പോകുന്ന കാണുമ്പോൾ. നമ്മൾ എത്ര പരിശ്രമിച്ചാലും ചിലരങ്ങ് ഇല്ല, കഠിന ഹൃദയത്തോടെ അങ്ങിരിക്കും. എനിക്ക് വേണ്ട. കൂടുതൽ നിർബന്ധ സ്ത്രീകളിൽ ഞാൻ കണ്ടിട്ടുണ്ട്, പുരുഷന്മാരും. പക്ഷെ ഞാൻ കണ്ടതിൽ സ്ത്രീകൾ എനിക്ക് വേണ്ടാന്ന് വെച്ചാൽ വേണ്ട. എന്താ വേണ്ട? അവർക്ക് റീസൺ ഇല്ല. എന്താ മാറിപ്പോ ആർക്കറിയാം? ആ വികാരത്തിൻ്റെ സമയത്ത് എന്തോ സംഭവിച്ചതിൽ തലയ്ക്കകത്ത് കയറി ഇരിപ്പുണ്ട് ഒരു സർപ്പം. ആ സർപ്പം പോകുന്നിടം വരെ പിന്നെ കുടുംബജീവിതവും ഇല്ലെന്ന്. പിന്നെ ഇനി വേറൊരാളെ കെട്ടി അത് ചൊവ്വാകാൻ, അതും ചൊവ്വാകാനൊന്നും പോകുന്നില്ല. ചൊവ്വാകത്തില്ല. കാരണം ഭർത്താവിൻ്റെ ഇതല്ലല്ലോ. പിന്നെ കാട്ടിക്കൂട്ടി, കാരണം നമ്മുടെ ഇച്ചിരി കൂടെയൊക്കെ ഒക്കത്തില്ല എന്ന് പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ പിന്നെ എൻ്റെ സെൽഫ് കുറേയൊക്കെ ഒടിഞ്ഞു പോയി. അതുകൊണ്ട് പിന്നെ അങ്ങ് നിന്ന് പോന്നു. പിന്നെ ആരോടും പറയാതെ വഹിച്ചുകൊണ്ടങ്ങ് പോകും. പിന്നെ അത് സുഖമാണെന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടങ്ങ് നടക്കുക. അതിനകത്തൊന്നും കാര്യം. അവിടെയെങ്ങും ഒരു വീട് പണിയാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ഇതൊക്കെ നിയമപരമായിട്ട് നോക്കുമ്പം
ദൈവം ഓർഡറാക്കി തന്ന നിയമത്തിൽ നിന്നാൽ ഏറ്റവും നല്ലത്. പിന്നെ തെറ്റിപ്പോകുന്നിടത്ത് അനുദപിച്ച് തിരിച്ചു വന്ന് ക്ഷമ ചോദിച്ച് കർത്താവിൻ്റെ ആത്മീയ അനുഗ്രഹം വാങ്ങിച്ചെടുക്കുവേൻ. അതിന് തെറ്റൊന്നും അത് ഞാൻ തെറ്റോ ശരിയോ എന്നുള്ളതല്ല പറയുന്നത്. ഞാനിപ്പോൾ പറയുന്നത് അബ്സല്യൂട്ട് ട്രൂത്തുകളാണ്. വേദപുസ്തകത്തിൽ എന്ത് പറയുന്നു എന്നുള്ളത് ആരെങ്കിലും ഒരാൾ വിളിച്ചു പറയണമല്ലോ. കർത്താവ് പറഞ്ഞു കേട്ടില്ലേ, വിശ്വാസം ഭൂമിയിൽ വിശ്വസിക്കുന്ന ആളുകളെന്നല്ല, വിശ്വാസമെന്ന് പറയുന്ന ആ ഒരു സത്യം ഭൂമിയിൽ കാണുമോ എന്ന്. വിശ്വാസം എന്ന് ആശിക്കുന്നതിനെക്കുറിച്ചുള്ള ഉറപ്പ്, കാണാത്തതിനെക്കുറിച്ചുള്ള നിശ്ചയം. കർത്താവ് രണ്ടാമത് വരുന്നുള്ളത് ഉറപ്പാണ്. എത്ര പേര് വിശ്വസിക്കുന്നു, എത്ര പേര് അതിനെക്കുറിച്ച് നോക്കിയിരിക്കുന്നു, അതാണ് ആ ഒരു ഇംപ്ലിക്കേഷൻ കൂടി ഇതിനകത്തുണ്ട്. അപ്പോൾ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വന്ന് ആ മനുഷ്യബുദ്ധിയെക്കാട്ടി ഏതാണ്ട് ബുദ്ധിയാണെന്നും പറഞ്ഞ് നമ്മൾ അതിൻ്റെ പുറകെ നടന്ന് കുറച്ച് കഴിയുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് ഞാൻ പറയാം. ഈ മനുഷ്യൻ്റെ ബുദ്ധി ഉണ്ടല്ലോ, ഉപയോഗിക്കാതിരുന്ന് ചുരുങ്ങി 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 തല ചെറുതും മനുഷ്യൻ്റെ ശരീരം വലുതായിട്ട് മാറും. കാരണം ഇത് ഉപയോഗിക്കുന്ന എട്രോഫി വരുമല്ലോ. ഇപ്പോൾ കൈ ഉപയോഗിക്കാമെന്ന് കുറച്ച് കഴിയുമ്പോൾ കൈ അങ്ങ് ഇല്ലാതായി, വീക്ക്നെസ് ആകത്തില്ല. ഒരു കട്ടിലെ കിടക്കുന്നുണ്ട്, കൈയും കാലും എല്ലാം തളർന്നിരിക്കുന്ന പോലെ തോന്നത്തില്ല. എന്നാൽ ഒരു 5-6 മാസം ഫിസിയോതെറപ്പി കൊടുത്ത് ഭക്ഷണം കൊടുത്തു കഴിയുമ്പോൾ അതിന് ബലം വെക്കും. അതുപോലെ തന്നെ ഈ ബ്രെയിൻ ഉപയോഗിക്കേണ്ട ആവശ്യമില്ലെങ്കിൽ ബ്രെയിൻ ചുരുങ്ങി 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 തലയോട്ട് ചെറുതായിട്ട് പിന്നെ അവസാനം മനുഷ്യൻ വേറൊരു രൂപത്തിലാവും. അങ്ങനെ ഉണ്ടാകാതിരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവം സങ്കടത്തോടെ പറയുകയാണ്, നമ്മുടെ ആശ്രയം ക്രിസ്തുവിൽ തന്നെ ആയിരിക്കണേ. ഇത് ഞാൻ ചിരിച്ചെങ്കിലും വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു മാറ്ററാണ്. കർത്താവിൻ്റെ ദുഃഖമാണ് അവിടെ കാണിക്കുന്നത്. ഒരു സൈഡിൽ ഒരു മനുഷ്യൻ്റെ ബുദ്ധി ഉപയോഗിക്കാത്ത ഗതികെട്ട അവസ്ഥയിൽ അങ്ങനെ ആകരുതെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പക്ഷെ ഒരിക്കലും അതൊരു ചെറിയ കാര്യമല്ല. നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവിൻ്റെ പരിശുദ്ധാത്മ ഇറങ്ങി വരണം. ഇത് ഞാൻ പറഞ്ഞാൽ പോലും എനിക്ക് പോലും മനസ്സിലാണെങ്കിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചേ ഒക്കത്തുള്ളൂ. പിന്നെ പരിശുദ്ധാത്മാവ് സർവ്വവ്യാപിയായിട്ട് എൻ്റെ കൂടെ നിൽപ്പുണ്ട്, നിങ്ങളുടെ കൂടെ ഉണ്ട്, നിങ്ങളുടെ അടുത്ത് നിൽപ്പുണ്ട്, നിങ്ങളുടെ ഉള്ളിലുണ്ട്, നമ്മുടെ മക്കളിലുണ്ട്, ഭർത്താവിലുണ്ട്. പരിശുദ്ധാത്മാവ് ഒരു കാര്യം ചെയ്യണമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ചോദിക്കട്ടെ, ദൈവം എൻ്റെ മുമ്പിൽ വന്നു നിന്നാൽ ഏത് മനുഷ്യനും വീണുപോകും, എത്ര ശക്തനാണെങ്കിലും. എൻ്റെ ഹൃദയം താഴ്ത്തിയേ ഒക്കത്തുള്ളന്നേ. എന്നാൽ പിന്നെ നേരത്തെ അടി കൊള്ളുന്നതിന് മുമ്പ് താഴും. ആർക്കൊക്കെയോ ദൂതായിട്ട് വരികയാണ്. ദൈവത്തിൽ നിന്ന് അടി കൊള്ളുന്നതിന് മുമ്പ് അങ്ങ് താഴും. നീ മുട്ട് മടക്ക, നിൻ്റെ മുറിക്കകത്ത് ആരും കാണണ്ട. കർത്താവിൻ്റെ മുമ്പിൽ കരയും. വേറൊരുടെ മുമ്പിൽ കരഞ്ഞിട്ട് ഒരു പ്രയോജനമില്ല. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ്, എൻ്റെ മുട്ട് ഞാൻ നിൻ്റെ മുമ്പിൽ മടക്കുകയാണ്. യാക്കോബിൻ്റെ തോടയ്ക്കൊരു തൊടൽ തൊട്ട് പിന്നെ നേരെ നടന്നിട്ടില്ല. പുതിയ പേരും കൊടുത്തു, ഇസ്രായേൽ, ദൈവത്തിൻ്റെ പ്രഭു. പക്ഷേ എപ്പോഴും ഓർക്കാനായിട്ട് ഒരു ഉളുക്ക് ഇവിടെ കൊടുത്തിരുന്ന കാലം. അതോടുകൂടി യാക്കോബ് ഇസ്രായേലായിട്ട് ജീവിച്ചു. അതൊരു മനോഹരമായ ഒരു ഉന്നത പദവിയിൽ ഇന്നും അബ്രഹാമിൻ്റെ, ഇസ്ഹാക്കിൻ്റെ, യാക്കോബിൻ്റെ ദൈവം എന്നാണ് ഞങ്ങൾ ദൈവത്തെക്കുറിച്ച് കേൾക്കുന്നത്. ആ ഒരു ദൈവം യാക്കോബിനെ എത്രയോ വർഷങ്ങൾ കൊണ്ടാണ് ശുദ്ധീകരിച്ച് നിനക്ക് യോഗ്യമുള്ള നിൻ്റെ കൂടെ ഇരിക്കുന്ന പ്രഭുവാക്കി മാറ്റിയത്. ഞങ്ങളും പുതിയ നിയമത്തിലുള്ള ആളുകളാണ്. കുഞ്ഞാടിൻ്റെ രക്തം, കർത്താവിൻ്റെ രക്തം കൊണ്ട് ഞങ്ങളെ വാങ്ങിച്ചതാണ്. എന്നിട്ട് അതിനെത്ര വില കൊടുക്കുന്നു എന്ന്, എത്ര വിശ്വാസത്തിലുണ്ട് എന്ന് ചോദിച്ചാൽ ഞങ്ങളെ നീ പരീക്ഷിച്ചിട്ട് കാര്യമില്ല. കർത്താവെ, പരീക്ഷയിൽ അകപ്പെടുത്താതെ നിൻ്റെ വിശ്വാസം കൊണ്ട് ഞങ്ങളുടെ ഹൃദയത്തെ നിറയ്ക്കണമേ. ആ ഒരു പ്രത്യാശ ഞങ്ങളിന്ന് മാറിപ്പോകല്ലേ. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തീകരിക്കുന്ന ക്രിസ്തുവിനെയാണ് ഞങ്ങൾ കാണുന്നത്. അപ്പം ഞങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ വിശ്വാസം എപ്പോഴും കാണും. അപ്പോൾ വിശ്വാസം ഇല്ലെങ്കിൽ യേശു കാണത്തില്ല. പക്ഷെ വിശ്വാസത്തിൻ്റെ നായകനാണ് യേശു എന്ന് ഞങ്ങളുടെ ഹൃദയത്തിൽ വന്നിരിക്കുന്നു. ആ യേശു നമ്മുടെ കുടുംബത്തിലെ, നമ്മുടെ ഭർത്താക്കന്മാരിലെ, ഭാര്യമാരിലെ, ആൺമക്കളിലെ, പെൺമക്കളിലെ, മക്കളിലെ, കൊച്ചുമക്കളിലെ എല്ലാവരിലും വ്യാപരിക്കുന്നു. ആ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. വിശ്വാസം എന്ന ആ വലിയ ഒരു സത്യം ഞങ്ങളുടെ ഹൃദയത്തിൽ ഇട്ടു തരുന്ന യേശുവിൻ്റെ കർത്താവെ, ഞങ്ങളുടെ മുറുകെ പറ്റിയിരിക്കുന്ന പാപവും ഭാരവും എല്ലാം വലിച്ചെറിഞ്ഞിട്ട് വിശ്വാസത്തിൻ്റെ നായനും പൂർത്തീകരിക്കുന്ന നിൻ്റെ മുഖത്തേക്ക് നോക്കി യാത്ര തുടങ്ങിയിരിക്കുക. അവിടുന്ന് യാത്രയ്ക്ക് ചുക്കാൻ പിടിച്ചിരിക്കുന്നതിനാൽ സ്തോത്രം. കർത്താവിൻ്റെ മഹത്വത്തിനനുസരിച്ച് ഞങ്ങളെ കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവരാൻ നീ വിശ്വസ്തനാണ്. ഞങ്ങളെ ഓരോരുത്തരും, ഞങ്ങളെ തന്നെയല്ലാണ്, മക്കളെ, മരുമക്കളെ, കൊച്ചുമക്കളെ, ഭൂമി മുഴുവനും നിൻ്റെ ഒരു വാക്കിന്മേലാണ് ഭൂമി മുഴുവനും ഓടുന്നതെങ്കിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നീ ഞങ്ങൾക്ക് അനുകൂലമായ സാഹചര്യം ഉണ്ടാക്കി തന്നിരിക്കുന്നു. ഇത്ര മഹത്തരമായ ഒരു പദവി ഞങ്ങൾക്ക് തന്നിട്ട് ഞങ്ങളത് ഉപയോഗിക്കാതിരിക്കുന്നതിൽ ക്ഷമ ചോദിക്കുന്നു. നാഥൻ്റെ സാന്നിധ്യം കൊണ്ട് നിറച്ചാട്ട്. പ്രാർത്ഥനയുടെ ഉത്തരം തന്ന ദൈവത്തിന് നന്ദി. യേശുക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ ആമേൻ.